വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടാനുള്ള 1100 കോടി രൂപ വാങ്ങിച്ചെടുക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നു, അല്ലെങ്കിൽ മാത്രമാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വാദത്തെ ഇന്നലെ പൊളിച്ചത് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെയാണ്. അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് 10,000 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ടെന്ന്, കുടിശ്ശികയാണെന്ന്. ഒരു കാരണവുമില്ലാതെ തടഞ്ഞു വെച്ചിരിക്കുക. കേരളം രക്ഷപ്പെടണ്ട, കേരളം നന്നാവണ്ട എന്ന ദുഷ്ടചിന്ത കൊണ്ട് കേന്ദ്ര സർക്കാർ അത് ആ പണം കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുക. 10,000 കോടി രൂപ. അപ്പൊ ബാലഗോപാൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചതിനെ കുറ്റപ്പെടുത്തുന്നവർക്ക് എന്ത് പറയാനുണ്ടെന്ന്. ബാലഗോപാൽജി, ചോദ്യം അതല്ല ശരിക്കുള്ളത്. നമുക്ക് ഈ 10,000 കോടി രൂപയുടെ കുടിശ്ശിക കിടക്കുമ്പോൾ പറഞ്ഞല്ലോ, അത് വെറുതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്, ന്യായമായ കാരണങ്ങളില്ലാതെ. ആ ഒരു സാഹചര്യത്തിൽ ഈ 1100 കോടി രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് CPM-ന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഒക്കെ നയത്തിന് വിരുദ്ധമായ, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകളുള്ള ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു?